അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കുകൾ ആരംഭിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കണം, വായിച്ചു വിടരുത്, ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, സ്തോത്രം, ഹല്ലേലൂയ, നാം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ് ആ വാക്ക്. ശ്രദ്ധിച്ചോളണം, ഇച്ചിരി ഗൗരവമുള്ള കാര്യമാണ്. സ്തോത്രം, വേഗത്തിൽ പറഞ്ഞു വിടാൻ പറ്റാത്തത് കൊണ്ട് പ്രത്യാശ എന്ന വിഷയത്തെക്കുറിച്ച് കൈയടിച്ച് വിടാൻ പറ്റുന്നതല്ല, ഉറപ്പിച്ചു പറഞ്ഞു പോകണം. അതുകൊണ്ട് ആ ഭാഗത്തെ അടുക്കും ചിട്ടയുമായി നിങ്ങളുടെ ഹൃദയത്തിൽ ബോധിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. യേശുക്രിസ്തു ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്. കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശരീരം തിരശ്ശീല കീറുന്നത് പോലെ കീറപ്പെട്ടു. യേശു ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന്റെ ഭൂമിയുടെ മധ്യത്തിൽ യെരൂശലേം ദേവാലയത്തിന് തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം കീറിപ്പോകുമ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി മാറ്റുമ്പോൾ ആ സമയത്തിന്റെ പൊരുളെന്നവണ്ണം നടന്നത് കർത്താവായ യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീല, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനത്തിന്റെ ഈ ഭാഗത്ത്. സ്തോത്രം, ആ തിരശ്ശീല, ആ ശരീരം കീറപ്പെട്ടു, കുന്തം കൊണ്ട് കുത്തിയും ചാട്ടവാറ് കൊണ്ട് അടിച്ചും അങ്ങനെ യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തപ്പെട്ടു. അത് കാൽവരിയിലെ മരണത്തെ കാണിക്കുക. അങ്ങനെ കാൽവരി ക്രൂശിൽ യേശുവിന്റെ ശരീരം എന്ന തിരശ്ശീല കീറിയപ്പോൾ മാനവരാശിക്ക് ഒരു പുതിയ വഴിയുണ്ടായി എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്.